ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ കുറേ നാളുകൊണ്ട് വരാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. ഇപ്പോൾ കുവൈറ്റിലെ ചെറിയൊരു സൂ, ഒരു മിനി സൂ എന്നൊക്കെ പറയാം. ലിറ്റിൽ ജംഗിൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ലെഹാം വാവയും കൂടെ വന്നിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴും വരാനൊന്നും പറ്റിയില്ല. കാരണം ലെഹാം വാവയെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ലെഹാം വാവയെ അവനും ഒന്ന് ഉഷാറായി, നമ്മുടെ പനിയൊക്കെ മാറി ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുറേ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുന്നേ ഇൻട്രോ പറയാമെന്ന് വിചാരിച്ച് ഇൻട്രോ എടുത്തതാണ്. അപ്പോൾ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് എൻജോയ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ഇപ്പോഴത്തെ ക്ലൈമറ്റും നല്ലതായതുകൊണ്ട് അവർക്ക് ചാടി ഓടി മൃഗങ്ങളെയൊക്കെ കാണാനും കുറച്ച് ആനിമൽസ് ഉണ്ട് കേട്ടോ. കുറച്ച് പിന്നെ ഒട്ടകം, അങ്ങനെ ആട്, കോഴിയൊക്കെ കുറേ നമ്മൾ കണ്ടു. പശു ഒക്കെ ഉണ്ട്. കുറേ ആനിമൽസിനെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു എൻജോയ്മെൻ്റ് ആവും. കുറച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്താ പറയുന്ന ഒരു ഇടമാണ്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ട് ആസ്വദിക്കുക. അപ്പോൾ നേരെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരിക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മളങ്ങനെ സൂവിൻ്റെ അവിടെ എത്തി. അപ്പം ബ്രൗണീസിൽ നിന്ന് നമ്മൾ ഷവർമയും ഉഴുന്നുവടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടിയിലിരുന്ന് കഴിക്കുവാണ്. ഷവർമ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ആ കാണുന്ന ബിൽഡിംഗ് ആണ് സൂ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സൂവിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. ആ കാണുന്ന ഫെൻസ് കണ്ടോ, എല്ലാം ഇങ്ങനെ തടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്കതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാനായിട്ട് വീഡിയോ എടുത്തു. ഈ ഒരു ബിൽഡിങ്ങിൽ കൂടെയാണ് എൻട്രൻസ്. അകത്ത് കയറുമ്പം വാഴയുടെ ആ ഒരു രൂപത്തിലുള്ള കുറേ പ്ലാന്റുകൾ ഇങ്ങനെ ആർട്ടിഫിഷ്യലാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല റഷായിരുന്നു. ഇപ്പോൾ ഓപ്പണായ ടൈമാണ്. നമ്മുടെ തണുപ്പൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പോൾ തണുപ്പല്ല, നോർമൽ ക്ലൈമറ്റാണ്. ഇപ്പോൾ അത് തുടങ്ങിയ ടൈമല്ലേ ആയുള്ളൂ. ഇപ്പം നല്ല റഷുണ്ട്. പിന്നെ ഇതായി ഇങ്ങനെ രണ്ട് സൈഡിലും ഇതായി ഇങ്ങനെ ആദിവാസികളുടെ രൂപത്തിലുള്ളൊരു രണ്ട് സംഭവം വെച്ചിട്ടുണ്ട്. ഇത് വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. പിന്നെ ഇതാ ഈ മക്കാവുനെയാണ് കാണുന്നത്. കയറിപ്പോകുന്ന രണ്ട് വഴിയുടെ സൈഡിൽ ചെടികളാണ് കുറേ വെച്ചിട്ടുണ്ട്. സീനിയ, ചെമ്പരത്തി ഞാൻ ഫസ്റ്റ് ടൈമാണ് കുവൈറ്റിൽ വന്നിട്ട് കാണുന്നത്. പിന്നെ ബൊഗൈൻവില്ല, അതിവിടെ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ ആ ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടിട്ടിരിക്കുവാണ്. കുറേ ബിൽഡിങ്ങുകൾ ഇവിടെ പണിയുന്നുണ്ട്. അതിനിയും ഡെവലപ്പാക്കാനുള്ളൊരു പ്ലാനാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മുല്ല കണ്ടു, ബന്ദി, അങ്ങനെ ഈ വയലറ്റ് കളറിലുള്ള ചെടിയുടെ പേരെനിക്കറിയത്തില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കള്ളിമുള്ള്, അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട് ചെടികൾ രണ്ട് സൈഡിലും. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ നമ്മുടെ കമ്മൽ പൂവിൻ്റെ ഷേപ്പിലുള്ള ഒരു പൂവ് കണ്ടു. പിന്നെ നമ്മുടെ വാടാമല്ലി അതൊക്കെ കണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഓപ്പൺ ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ലോസ്ഡ് ഏരിയ ഉണ്ട്. അപ്പോൾ അതിലേക്കൂടാണ് നമ്മൾ അപ്പുറത്ത് എന്താ പറയുന്നത് ഓപ്പൺ ഏരിയ ആയിട്ടുള്ള സൂവിൽ പോകുന്നത്. നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇവിടെ നിന്നിട്ട് എനിക്കും നാത്തൂനും കയറാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ കയറി. ഇവിടെ ഇങ്ങനെ ഒരു കാണ്ടാമൃഗത്തിൻ്റെ ഒരു ഷേപ്പിലുള്ളൊരു സംഭവം, പിന്നെ ഒരു ലേഡിയുടെ കുറേ ജ്വല്ലറി ഇട്ടിട്ട് നിൽക്കുന്നു, അങ്ങനെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുത്താൽ കൊള്ളാമെന്ന് അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തു. പിന്നെ ഇങ്ങനൊരു വഴിയാണ്. ഈ വഴിയിൽ ആ ഭിത്തിയിൽ നിറയും ഫുഡ് ഐറ്റംസിൻ്റെ ചെറുകളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മൾ വന്ന് ഒരു ഓപ്പൺ ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ക്ലൈമറ്റും ഒരു ഈവനിങ് ടൈമാണ്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ഇപ്പോഴത്തെ ക്ലൈമറ്റും എല്ലാം കൂടെ. ഇവിടെ ഇങ്ങനെ ഒരു ടോയ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. പിന്നെ ഫുഡ് കോർട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. ഒരു 2-3 ടൈപ്പ് ഫുഡ് കോർട്ടുകളുണ്ട് കേട്ടോ. പിന്നെ ബാത്റൂം ഫെസിലിറ്റിയും ഉണ്ട്. 2-3 എടുത്തുണ്ട്. നല്ല ബാത്റൂംസാണ്. പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ വണ്ടികളുണ്ട് നടക്കാൻ പറ്റാത്തവർക്കും എന്താ പറയുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുമാണ്. പിന്നെ അത് അവിടെ നിന്നപ്പോൾ ഞങ്ങൾ ഒരു മാനിനെ കണ്ടു. അതിൻ്റെ കൊമ്പ് അതിനകത്ത് കുടുങ്ങിപ്പോയി. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ലാസ്റ്റ് വന്ന് നിൽക്കുന്നൊരു ഭാഗമാണ് ഈ ഒരു സൈഡിലോട്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് പോകുന്നതിന് മുന്നേ ഈ മാനിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തതാണ്. പിന്നെ അതെങ്ങനെയൊക്കെയോ ആ കൊമ്പ് ഊരി എടുത്തു. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് അകത്തോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ കാണുന്നത്. കുറേ ഇങ്ങനെ എന്താ പറയുന്നത് ഈ മാനിൻ്റെയും ജിറാഫിൻ്റെയൊക്കെ പ്രതിമയൊക്കെ ഇങ്ങനെ പടിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു ചെടികൾ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ചെറുതണത്തിൻ്റെ കൂട്ടിൽ നിൽക്കുന്നൊരു ചെടിയൊക്കെ ഞാൻ കണ്ടു. ഈ കാണുന്നത് നിങ്ങൾക്കതുമായിട്ട് സാമ്യം തോന്നുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക.
എനിക്കതുപോലെ തോന്നി. പിന്നെ ഇതാ ഇവിടെ ഒരു മോഡൽ എലിഫൻറ്റിനെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കേട്ടോ. ചെവിയൊക്കെ അനക്കി അതങ്ങനെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കാണാൻ ആനയാണെന്ന് പറഞ്ഞിട്ട് അവരെപ്പോഴും പറയുമല്ലോ. അപ്പോൾ അവരെ കാണിക്കാനായിട്ട് കൊണ്ട് പോയി നിന്നു. കുറച്ച് നേരം അവരിങ്ങനെ നോക്കി നിന്നു. കുഞ്ഞ് പറയുക ആനയെന്ന്. ലൈഹാൻ ബാബ ഉറക്കമായിരുന്നു. പിന്നെ അവനെ കുത്തിപ്പൊക്കി ആനയെ കാണിച്ചു. അവർ ഈ കാർട്ടൂണിനകത്തൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടായിരുന്നു, പക്ഷേ എന്നാലും അവർക്ക് ഓർമ്മ കാണത്തില്ല. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, ആനക്കൂട്ടിൽ പോയപ്പോൾ കണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അവർക്ക് നല്ലൊരു ഓർമ്മയില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കാർട്ടൂണിനകത്തൊക്കെ കാണുമ്പോഴല്ലേ അവർക്ക് അറിയത്തുള്ളൂ. അങ്ങനെ കാണിച്ചു. കുറേ നേരം അവിടെ നിന്നു. കുറേ ടൈം അവിടെ ആനയുടെ കൂടെ നിന്ന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത സൈഡിൽ കാണുന്നത് ഒട്ടകം, കുതിര, കഴുത, കോവർ കഴുത, ഇതൊക്കെ റൈഡ് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റൈഡിൻ്റെ ഫീ എത്ര അങ്ങനെയൊക്കെ ഉള്ളത്. ആ വെള്ളം കണ്ടോ, നല്ല 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 ഭംഗിയുണ്ട്. ആകാശവും ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് നല്ല ആകാശത്തിൻ്റെ ആ ഒരു ഇതും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ താഴെ അരയന്നം ഉണ്ട് കേട്ടോ. ഇതാ കണ്ട. പിന്നെ നമ്മൾ നടന്ന് ഇതാ കുറേ മൃഗങ്ങളുള്ള ഒരു ഏരിയയിലോട്ടാണ് വന്നത്. ആടും കുറേ പശുവും ഒക്കെ ഉണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. എന്താടാ ഇത് ജമുനാപ്യാരിയാ. ചെവി പോയൊക്കെ ഉണ്ടോ വലുത്? നല്ല ഹെയറും ഉണ്ട്, നോക്കി. ആട്. അപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോഴേ സൂര്യൻ അസ്തമിക്കുമല്ലോ. അപ്പോൾ ആകാശം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ കുഞ്ഞി മാമിയുടെ കൂടെ സെറ്റായിട്ട് നടക്കുവാണ്. അവർ രണ്ടുപേരുടെ ചേർന്ന് നടക്കുവാണ്. ഇപ്പോൾ ലേഹമാവയുടെ അബ്ബയുടെ കൂടെ സ്ട്രോളറിലും ഹൈസൂട്ടൻ പാപ്പിയുടെ കൂടെ നടക്കുവാണ്. അങ്ങനെ അവർ 3 പേരും 3 കുഞ്ഞുങ്ങളുമായിട്ടും ഞാനിങ്ങനെ പുറകിൽ നിൽക്കുവാണ്. പിന്നെ നമ്മൾ പോയത് താറാവ്, പാത്ത, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ കാണാനായിരുന്നു. അതെല്ലാം ഉണ്ട് കേട്ടോ. കുറച്ചാണെങ്കിലും കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇവർക്ക് താറാവും പാത്തയാണെങ്കിലും അരയന്നമാണെങ്കിലും കോഴിയാണെങ്കിലും എല്ലാം ഇവർക്ക് പൂഴിയാണ്. ഇവർ കോഴിയെയും അങ്ങനെ കാണുന്ന പക്ഷികൾ പോലുള്ളതിനെ എല്ലാം പുഴി എന്നാണ് പറയുന്നത്. പിന്നെ പറക്കുന്ന കുറച്ച് മുകളിലൊക്കെ ഇരിക്കുന്ന അതിനെല്ലാം കാക്കയുമാണ്. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ കുറേ ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്. അപ്പോൾ പുതിയത് എന്തൊക്കെയോ വരാൻ ഉണ്ടെന്ന് തോന്നുന്നു. കിങ്ങിണി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ആകാശമാണ്. അതും കാണാൻ നല്ല ഭംഗിയാണ്. ഈ തണുപ്പ് ടൈം ആകുമ്പം
എന്താ പറയുക ആകാശമൊക്കെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ്. സാധാരണയിൽ നിന്ന് ആ ഒരു ടൈം എത്തുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ അവിടെ കുറേ നേരം നടത്തിച്ച് ലൈഹാൻ ബാവ ഭയങ്കര നടത്തമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. കുഞ്ഞു പിന്നെ എൻ്റെ കൈ തന്നെ കയറി, അവൾക്ക് നടന്ന് അവൾ ടയേർഡായി. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു ഏരിയയിലോട്ടാണ് പോയത്. അത് കണ്ടപ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഇവിടെ നല്ല കളർഫുള്ളാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ പറ്റിയ കുറേ റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാ കുറേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കുറേ ടോയ്സും എന്താ സംഭവം എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് പോയി നോക്കാം. ഇതുണ്ടോ കുറച്ച് ടോയ്സാണ്. ഇത് വിൽപ്പനയ്ക്ക് വെച്ചേക്കുവാണോ എന്തോ എനിക്കറിയത്തില്ല. കണ്ടോ ഭംഗിയുണ്ട് കാണാൻ. എല്ലാം ഒരു കളർഫുള്ളാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയയിൽ വന്നപ്പം കുഞ്ഞുങ്ങളുടെ കൺട്രോളെല്ലാം പോയി. അവർക്ക് പിന്നെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഭയങ്കര കളർഫുള്ളാണ്. താഴെയാണെങ്കിൽ മാറ്റി വിരിച്ചിരിക്കുകയാണ്, ചുവപ്പും മഞ്ഞയും ആയിട്ടുള്ളത്. പിന്നെ മുകളിലും ഇങ്ങനെ ഈ ഓരോ റൈഡുകളുടെ കളറുകളും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് അവർക്കാകെ ഇതായി. പിന്നെ ഈ ഒരു ഭാഗം കാണാൻ ആകാശവും താഴത്തെ ഈ ഒരു ഭാഗം ഇതെല്ലാം കൂടെ കാണാൻ എനിക്ക് എന്തോ നല്ലൊരു ഇഷ്ടം തോന്നി. ഐസൂട്ടനാണെങ്കിൽ അവിടെ അങ്ങ് നിന്നതേ ഇല്ല. ഓട്ടം അങ്ങനെ വാപ്പിയും ഐസൂട്ടനും ഓട്ട മത്സരമായിരുന്നു. പിന്നെ കുഞ്ഞിയും ലേഹാൻ വാവയും ഇങ്ങനെ അവിടെയൊക്കെ നിന്നതൊക്കെ നോക്കുമായിരുന്നു. പിന്നെ കുഞ്ഞി നമ്മൾ നിൽക്കുന്നിടത്ത് വരെ നിൽക്കും, പക്ഷേ എങ്കിലും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ എന്താ പറയുക ചാടി ഓടിയൊക്കെ നിൽക്കും. എന്നാലും ഐസൂട്ടനാണെങ്കിൽ കൈ വിട്ടിട്ട് അങ്ങ് പൊക്കളയും. ലേഹാൻ വാവ സ്ട്രോളറിൻ്റെ ആ വീലിൽ നോക്കി ഇങ്ങനെ കറങ്ങി അത് കറക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഫ്ലാറ്റിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ അവർക്കൊരു ഇതൊക്കെ ഒരു ആശ്വാസവും അവർക്കൊരു എന്താ പറയുന്നത് ഇഷ്ടവും ഒക്കെ അല്ലേ. അവർ ഓടിയും ചാടിയൊക്കെ നടക്കേണ്ടതല്ലേ. നാട്ടിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിച്ചാടി നടക്കേണ്ടതല്ലേ. ഇവിടെ ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോഴല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഇത് കണ്ടോ ഇവിടുത്തെ വാഷ്റൂംസ് ആണ്. ഈ ട്രഡീഷണൽ അറബ്സ് ഹൗസുകളും ഒക്കെ നമ്മൾ ഫോട്ടോസിനകത്തൊക്കെ കണ്ടില്ല, അതേപോലെയാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. മണ്ണുകൊണ്ട് ചെയ്തിരിക്കുന്നത് പോലെ തോന്നി. റൂഫ് പനയുടെ ഓലകളുമാണെന്ന് തോന്നി. പിന്നെ ഈ ഒരു ട്രെയിന് എനിക്ക് കുഞ്ഞുങ്ങളെ കയറ്റണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ലാസ്റ്റ് ട്രിപ്പ് പോലെ അതങ്ങ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇത് പോയത് ഞാൻ കണ്ടില്ല. പിന്നെ അതെനിക്കൊരു വലിയൊരു നഷ്ടമായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഈ ഒരു കോണിനകത്ത് ഇത്രയും പൊട്ടറ്റോ വാങ്ങിച്ചതിന് 1.5 KD എന്തോ സംതിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇത്തിരി എമൗണ്ട് കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. അതായത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പ്രൈസ് ഇത്തിരി കൂടുതലായെന്ന് തോന്നി. പിന്നെ നമ്മൾ കണ്ടത് ഗെയിം ഷോ ആണ്. അറബ്സിലായതുകൊണ്ട് വലുതായിട്ട് നമുക്ക് മനസ്സിലായില്ല. എന്നാലും നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു, കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇങ്ങനെ ഹസ്ബൻഡ് നോക്കിയപ്പോഴാണ് കണ്ടത് ഇസാ ഷോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. പിന്നെ അങ്ങനെ അത് ഇൻസ്റ്റാഗ്രാമിനകത്ത് വെറുതെ ഫോളോ ചെയ്തിട്ടു. ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ. അറബ്സ് ആണെങ്കിലും നമ്മൾ കുവൈറ്റിൽ താമസിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഷോസൊക്കെ കാണാമല്ലോ എന്ന് ഓർത്തു ഞാനിങ്ങനെ ഫോളോ ചെയ്തിട്ട് ഇട്ടു. പിന്നെ കുറേ നേരം അവരുടെ ആ ഷോയൊക്കെ കണ്ട് നമ്മളും അവിടെ നിന്ന് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അവർ ഷോയൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് പതുക്കെ നടന്ന് നീങ്ങി. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം കണ്ടു. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു, കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ ലൈറ്റൊക്കെ പോയി. നമ്മൾ അരയന്നം പോലൊക്കെയുള്ള ആ റൈഡുകളുണ്ടല്ലോ, ആ ബോട്ട് റൈഡിൻ്റെ അടുത്തോട്ട് വന്നു. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. കുറേ ആളുകളൊക്കെ കയറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലൊരു വലിയൊരു ലേക്കാണ് അവർ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വാത്തയാണോ അരയന്നോ ആണോ എന്തോ ഒരു ജീവി ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൈറ്റ് പോയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റത്തില്ല. അതിൻ്റെ കഴുത്തിൻ്റെ നീളം ഭയങ്കര ലെങ്തായിട്ട് എനിക്ക് തോന്നി. ഞാൻ മാക്സിമം കുറേ നോക്കിയതാ ഇങ്ങനെ കറുപ്പ് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇച്ചിരി നടന്ന് തളർന്നു പോയിട്ടാ. തത്തേ കണ്ടോ? തത്തേ കണ്ടോടാ കണ്ണാ? തത്തയൊക്കെ ഉള്ളിടത്തോട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തത്തയെ ഇഷ്ടമാണല്ലോ അവർക്ക്. അപ്പോൾ കുറേ നേരം തത്തയൊക്കെ നോക്കി നിന്നു. പിന്നെ പഞ്ചവർണ്ണ തത്തയും ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ തത്തയും ഉണ്ടായിരുന്നു, വെള്ള തത്തയും ഉണ്ടായിരുന്നു. വെള്ള തത്തയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതൊക്കെ കുറേ ഇങ്ങനെ കണ്ടു, കുഞ്ഞുങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ നാടൻ തത്തയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഫ്ലെമിംഗോയെ കാണാനാണ്. വലിയൊരു സംഭവമായിട്ട് ഒരു കൂടായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഫ്ലെമിംഗോ ഉണ്ട്. അപ്പോൾ അതിനെ കണ്ടു. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയല്ലേ. ഇതിന് മുന്നേ ഞാൻ ഫ്ലെമിംഗോയെ കാണാനായിട്ട് സീഡ് അവിടെ പോയിരുന്നു, പക്ഷേ നമ്മൾ കണ്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഫ്ലെമിംഗോയെ കാണുന്നത്. പിന്നെ
പിന്നെ ഡോഗ് ഷോ പോലൊരു സംഭവം, എല്ലാവർക്കും അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. പിന്നെ നമ്മൾ അത് കണ്ടു. പിന്നെ അവിടെ കുറേ ഫ്ലവേഴ്സും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ലൈറ്റൊക്കെ ഉള്ള ടൈമാണെങ്കിൽ കുഞ്ഞുങ്ങളെ നിർത്തിയൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ ഒരിടമായിരുന്നു. പക്ഷേ ലൈറ്റൊക്കെ പോയതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. കുഞ്ഞുങ്ങളെയൊക്കെ നിർത്തി ലേഹംബാവെ അതിങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ ചെടി കണ്ടോ, പണ്ട് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്നു ഈ ചെടി. ഇങ്ങനൊരു ലൈറ്റ് ഹൗസും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഒട്ടകത്തിൻ്റെയൊക്കെ വെറൈറ്റി ഒരു ജീവിയാണ്. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ ഇങ്ങനെ കുറേ താറാവിനെയും അരയന്നത്തിനെയും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളെയൊക്കെ കണ്ടു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മാനൊക്കെ ഉണ്ടായിരുന്നു, മാനിനെയൊക്കെ കണ്ടു. പിന്നെ ഇതെന്ത് ജീവിയാണെന്ന് അറിയത്തില്ല, ഇതിങ്ങനെ അനങ്ങാതെ അവിടെ കിടക്കുന്നു, ഉറക്ക ടൈം ആയിരിക്കും. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ചിമ്പാൻസി കണ്ടു, അത് ഉറക്കമായിരുന്നു, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അവിടെ തന്നെ ഒരു ലേക്ക് പോലുണ്ടായിരുന്നു, അവിടെ കുറേ മീനുകളുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ബ്ലാക്ക് കളറും എന്താ കുറേ കളർഫുൾ ആയിട്ടുള്ള യെല്ലോ, പിങ്ക്, പീച്ച്, അങ്ങനെ കുറേ കളറിലെ മീനുകൾ. ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുറേ നേരം കുഞ്ഞുങ്ങളെയും കാണിച്ചു കൊടുത്ത് ഞങ്ങളും അവിടെ നോക്കി നിന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ട് ഇങ്ങനെ ബ്രോ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ ആ സ്റ്റാഫ് പറയുവാണ് കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു, കുറേ എണ്ണം ചൂടൊക്കെ കാരണം സീബ്രായും ജിറാഫും ഒക്കെ ചത്തുപോയി, ഒറാങ്കുട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെ ഓരോരുത്തോട്ട് പോകുന്നതും അവിടെ കോഫി ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു അദ്ദേഹവുമായിട്ട്. ഇപ്പം 3 മണിക്ക് ഓപ്പൺ ആക്കിയെങ്കിലും കുറച്ചും കൂടെ തണുപ്പായി കഴിയുമ്പം കുറച്ചും കൂടെ ഏർലി ആക്കും എന്നൊക്കെ പുള്ളിക്കാരൻ പറയുമായിരുന്നു. പിന്നെ നമ്മൾ കോഫിയൊക്കെ കുടിക്കാനാണ് വന്നത്. പിന്നെ നമ്മൾ കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ വീട്ടിലോട്ടിങ്ങ് വന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു, എല്ലാം എന്താ പറയുന്നത് ചത്തുപോയി എന്ന് പറയുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം 4 o'clock ആയതുകൊണ്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോയി. നെക്സ്റ്റ് വീക്ക് തൊട്ട് കുറച്ചും കൂടെ ഏർലി ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വന്ന് കാണാനും ഒക്കെ കുറച്ചും കൂടെ സൗകര്യമാവും. ലിറ്റിൽ ജംഗിൾ വന്ന് കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണണം, നല്ലതാണ്. കുഞ്ഞുകുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ ആനിമൽസും കുറച്ച് ഏരിയയും പ്ലേ ചെയ്യാനും ഒക്കെ നല്ല ഒരു ഏരിയയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.